സോ ഗൈസ്, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഡെയിലി 2000-3000 ഉണ്ടാക്കാൻ ലൈക്ക് 100% നിങ്ങൾക്ക് കയറിയാൽ ഇന്ന് 2000 നാളെ 2000 അങ്ങനെയല്ല. അത് നിങ്ങളുടെ സ്കിൽ അനുസരിച്ചിട്ടിരിക്കും. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ആക്കുന്നത്. അതല്ലാണ്ട് വേറൊരു സംഭവമാണ്, നിങ്ങൾക്ക് 1100 ഷുവറായിട്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയാൽ കിട്ടുന്നത്. വീഡിയോ മസ്റ്റായിട്ടും മുഴുവനായിട്ട് കാണുക. 14 മിനിറ്റ് ഉണ്ട്. വീഡിയോ മസ്റ്റായിട്ടും മുഴുവനായിട്ട് കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബെല്ലൈക്കൺ അമർത്തി വെക്കുക. കാരണം വീഡിയോ ഇട്ടാൽ ആ ഒരു ദിവസം തന്നെ കാണണം. ഓക്കെ, ഇപ്പോൾ ഇന്ന് 5 മണിക്ക് ഇട്ടാൽ ഇന്നത്തെ ദിവസത്തിനുള്ളിൽ തന്നെ, കാരണം മേ ബി ചില ഓഫേഴ്സൊക്കെ വേഗം എൻഡ് ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എല്ലാ വീഡിയോൻ്റെ അടിയിലും ഞാൻ ലൈക്ക് ഒരു ഓളിയോനോ ആപ്സ് ലിങ്ക് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ ലിങ്കിൽ ഇതാ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റിലോട്ടേക്ക് വരും. ഏകദേശം 25ഓളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതല്ലാണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ 2-3-4 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ലിമിറ്റ് കൂടിയോണ്ടാണ്. ഓക്കെ, സോ ആ ഒരു സംഭവം ആരും മിസ്സാക്കരുത്. എല്ലാം ഇൻസ്റ്റാൾ ആക്കുക. ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ബോണസ് കിട്ടും. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. ഓക്കെ, എല്ലാ ആപ്പും 100 വെച്ചിട്ട് വിഡ്രോ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ സൈൻ അപ്പ് ബോണസ് വെച്ച് കളിച്ച് 100 വെച്ച് വിഡ്രോ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 2500 വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിലോട്ടേക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മളുടെ മെയിനായിട്ട് മറ്റേ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിൽ ഓഫർ ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പോസ്റ്റ് ലിങ്ക് എന്നുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇല്ലാണ്ട് ടെലിഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് 1100 രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, 1100 രൂപ നിങ്ങൾക്ക് UPIയിലോട്ടേക്ക് ക്യാഷ് ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 24 ഹവേഴ്സിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രീ ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UPI കാര്യങ്ങളൊക്കെ UPI കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വേറെ വെബ്സൈറ്റിലോട്ടേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഓപ്പൺ ചെയ്ത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യേണ്ടത് KYC ആണ്. സോ അതിനായി നിങ്ങൾ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ആധാർ കാർഡ് നമ്പർ, പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലൈക്ക് പ്രൊഫഷണൽ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ലാക്കിയിട്ട് വീഡിയോ KYC വരുന്നതായിരിക്കും. സോ അതൊരു ഏജൻറ്റ് വരുന്നതായിരിക്കും. ഏജൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. സോ അത് കറക്റ്റ് അവർക്കൊന്ന് വെരിഫിക്കേഷൻ ചെയ്യാനാണ്. അത് കറക്റ്റ് ചെയ്തിട്ട് വീഡിയോ KYC കംപ്ലീറ്റ് ആക്കാം. സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങളൊരു 5590 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടേക്ക് ആഡ് ആക്കുക. ഓക്കെ, സോ അങ്ങനെ 5590 നിങ്ങളുടെ വേറെ ബാങ്കിൽ നിന്ന് ആഡ് ആക്കുക. ഓക്കെ, സോ ഈ ബാങ്കിലോട്ടേക്ക് ആഡ് ആക്കുക. ഓക്കെ, ബാങ്കിലോട്ടേക്ക് ആഡ് ആക്കിയാൽ നിങ്ങളുടെ ലൈക്ക് ബാങ്കിലോട്ടേക്ക് ആഡ് ആക്കിയതിന് ശേഷം ഒരു 590 രൂപ ഡെബിറ്റ് ആവുന്നതായിരിക്കും. ബാങ്ക് ഡിഡക്റ്റ് ആവുന്നതായിരിക്കും ഫോർ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ്. ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നതിൽ ഒരു 590 ഡെബിറ്റ് കാർഡ് ചാർജ് പോകുന്നതായിരിക്കും. സോ അതിനുശേഷം 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു 24 ഹവേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ബാങ്കിലോട്ടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ അടിക്കാവുന്നതാണ്. ഓർ ഇത് ആക്സിസ് ബാങ്ക് അല്ലേ, നിങ്ങൾക്ക് മറ്റേ ബാങ്ക് യൂസ് ചെയ്യുന്നവർക്ക് 5500 വെച്ചാലും മതി. അത് നിങ്ങളുടെ ചോയ്സ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്കൊരു 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കൊടുത്ത സെയിം UPIയിൽ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾക്ക് 1100 രൂപ UPI ക്യാഷ് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു സെയിം UPI ID നിങ്ങളുടെ ഇപ്പോൾ വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ വീട്ടിലെ ആളുകളുടെ ഇത് വെച്ച് നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതാണ്. സെയിം UPI ID യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അതാണ്. ഇനി അടുത്ത് നമ്മൾ മെയിനായിട്ട് നമ്മളെ വെബ്സൈറ്റാണ്. ഓക്കെ, PKI666 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ ഏൺ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്. ഓക്കെ, നമ്മളെ യോനോ ആപ്പിൽ കണക്കത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ലൈക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ക് ബേസ്ഡ് ആണ്. നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് നിങ്ങൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു വെരിഫിക്കേഷൻ സാധനം വരും. അതും കൂടി ചെക്ക് ചെയ്ത് സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പം എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് കാണിച്ചത്. അതിനായി നിങ്ങൾ ആ വാലറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. റീചാർജ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ കുറേ എമൗണ്ടും ഫസ്റ്റ് റീചാർജ് ബോണസും ഉണ്ട്. അത് കണക്കെ തന്നെ ഡെയിലി റീചാർജ് റിവാർഡ്സും ഉണ്ടാവും. സോ ഫസ്റ്റ് റീചാർജ് ബോണസ് എന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എങ്ങനെയാണ് സംഭവം എന്നുള്ള കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു എമൗണ്ട് സെലക്ട് ചെയ്യണം. സോ നമ്മളിവിടെ ഒരു എമൗണ്ട് 500 രൂപ സെലക്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ നമ്മൾ 500 രൂപ സെലക്ട് ആയപ്പോഴത്തേക്ക് ഇവിടെ കാണാൻ പറ്റും റീചാർജ് റിവാർഡ്സ് എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് 5% നമ്മൾ റീചാർജ് ചെയ്യുന്ന എമൗണ്ട്
എമൗണ്ടിൻ്റെ 5% 25 റുപ്പീസ് കിട്ടുന്നുണ്ട്. അതേ കണക്കെ തന്നെ ഫസ്റ്റ് റീചാർജ് ബോണസായിട്ട് 150 രൂപയും കിട്ടുന്നുണ്ട്. ടോട്ടലി നമ്മൾ 500 രൂപ റീചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 675 രൂപയാണ് ബോണസ് വെച്ച് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് 100% യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടിലേക്ക് ആ ഒരു എക്സ്ട്രാ ഒരു 175 രൂപ 300 പ്ലസ് 150 പ്ലസ് 25 അത് കിട്ടാൻ വേണ്ടിയിട്ട് വാഗറിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നിങ്ങൾ കളിക്കുക. ഓക്കെ, സോ റീചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എമൗണ്ട് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റീചാർജ് ഒരുപാട് ഉണ്ടാവും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു 500 രൂപ റീചാർജ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യൽ. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ ലൈക്ക് ഇവിടെ സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതർവൈസ് നിങ്ങൾ ഗൂഗിൾ പേ ഏതെങ്കിലും UPI ആപ്പ് വഴി, അതായത് വല്ല ഫോൺ പേയോ ഏത് UPI ആപ്പ് വഴി നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് വഴി ഡയറക്റ്റ് പോയിട്ട് ആപ്പിലോട്ടേക്ക് റീഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു 200-500 റീചാർജ് ചെയ്യാനാണ്. ഏകദേശം 200 റീചാർജ് ചെയ്യാൻ നമുക്ക് 270 രൂപയുടെ അടുത്ത് കിട്ടുന്നുണ്ട്. 500 റീചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 670 രൂപയുടെ അടുത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു 200 രൂപ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു 500 റീചാർജ് ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് ആക്കാം. ഓക്കെ, സോ നിങ്ങളിഷ്ടം, ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലും. ഓക്കെ, സോ നമുക്കിനി ആ ഒരു UTR സബ്മിറ്റ് ആക്കേണ്ടതാണ്. അതിനായി നമ്മൾ ഫോൺ പേ എന്നാണല്ലോ പേയ്മെൻറ്റ് ചെയ്തത്. സോ ഫോൺ പേയിലോട്ടേക്ക് പോയി ഫോൺ പേ ഏറ്റവും താഴെ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തോട്ടേക്ക് പോയി നമ്മളെ ഹിസ്റ്ററി എന്നുള്ള ഭാഗം ഏറ്റവും താഴെ ഐക്കണിൽ കാണാൻ പറ്റും. സോ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അടുത്തേക്ക് പോയിട്ട് UTR എന്നുള്ള അവിടെ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കോപ്പിയാക്കി ആ ഒരു 12 ഡിജിറ്റ് UTR ഇവിടെ വന്ന് സബ്മിറ്റ് ആക്കിയപ്പോഴത്തേക്കും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ഇത് കാണാൻ പോകുന്നുണ്ട്. ഗെയിംസും കാര്യങ്ങളൊക്കെ ഏതെല്ലാം ഇല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ബ്ലറാക്കി എന്തിനാ വെച്ചാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പം ഇവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഗെയിം നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡ്രാഗൻ്റെ ആ ഒരു ഗെയിമൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ യോനോ ആപ്സിൽ ഇല്ലാണൊക്കെ തന്നെ ലൈക്ക് മെഡൂസ, അതേപോലെ തന്നെ ക്യാൻറ്റീൻ്റെ, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. സോ യോനോ ആപ്സ് കളിച്ച് പരിചയമുള്ളവരാണെങ്കിൽ, എൻ്റെ ഇപ്പോൾ ചാനൽ അധികം ആൾ യോനോ ആപ്പ് ഇൻസ്റ്റാൾഡ് ആണ്. സോ കളിച്ച് പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഗെയിമിൽ കാണുന്നുണ്ടാവും. സോ നിങ്ങൾ തപ്പിപ്പിടിച്ചാൽ മതി. പിന്നെ സ്പോർട്സിൻ്റെ ഉണ്ട്. ഓക്കെ, സ്പോർട്സിൻ്റെ കളിക്കാരിൽ ഏത് ടീമാണ് ജയിക്കുന്നതെന്നില്ല വെച്ചിട്ട് അതിൽ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ കളിക്കാൻ പറ്റും. സോ അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. ഞാൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ കളിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനതിലൊരു ഗെയിമായിട്ടുള്ള ജില്ലിന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. ഓക്കെ, സോ ആ ഒരു ഗെയിം കളിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു 9 രൂപ ഞാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ലോഡായി കളിക്കാൻ തുടങ്ങി. കളിച്ച് അതിൻ്റെ കോളൊക്കെ വന്ന് കളിച്ച് ചെറിയൊരു എമൗണ്ട് വിന്നിങ്ങായി വരുന്നുണ്ട്. ഓക്കെ, ഒരു 5-10 രൂപ വിന്നിങ് ആയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞായിരുന്നു 200 റീചാർജ് ചെയ്തപ്പോൾ എനിക്ക് 270 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ കളിച്ച് ലാസ്റ്റ് ഒരു വിന്നിങ് കിട്ടി. ബിഗ് വിൻ കൊണ്ട് ഒരു 75 രൂപയായിട്ട് കിട്ടി. ഇത് ടോട്ടലി ലെഗ് ബേസ്ഡ് ആണ്. അപ്പോൾ ആളുകൾ നല്ലോണം കളിക്കുമ്പോൾ ഇവർ വിന്നിങ് ഓർക്കും. സോ ആളുകൾ കളിക്കാത്തൊരു ടൈമിൽ കയറി കളിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വിന്നിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു വിന്നിങ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഏകദേശം 9 രൂപ എമൗണ്ട് വെച്ചിട്ട് തന്നെ എനിക്ക് 75 രൂപ വിന്നിങ് കിട്ടി. ഓക്കെ, അതിപ്പോൾ ഒരു 20-30 ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 500-1000 രൂപേൻ്റെ അടുത്ത് വിന്നിങ് ഒക്കെ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗെയിമിൻ്റെ കാര്യം. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇവിടെ ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രൊമോഷണൽ റിവാർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന് നമുക്ക് റഫറൽ റിവാർഡും കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്താൽ പുള്ളിക്കാരൻ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു ചെറിയ എമൗണ്ട് അപ്പോസിറ്റ് നിങ്ങൾക്ക് 70 രൂപ വെച്ചിട്ട് ഈച്ച് പേഴ്സൻ്റെ അടുത്ത് കിട്ടും. മാത്രമല്ല അവർ കളിക്കുന്നതിനനുസരിച്ചിട്ട് ഗെയിംസ് കളിക്കുന്നതിനനുസരിച്ചിട്ടും നിങ്ങൾക്കൊരു ഫണ്ട്, നിങ്ങൾക്കൊരു ഷെയർ എന്നുള്ള രീതിയിൽ ഒരു ഇത്ര പെർസെൻറ്റേജ്, ഒരു ലോ പെർസെൻറ്റേജ് ഫണ്ട് കിട്ടുന്നതായിരിക്കും. സോ ഓരോ ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 70 രൂപ വെച്ചിട്ട് പെർ റെഫർ ഡെപ്പോസിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതല്ലാണ്ട് തന്നെ റീചാർജ് റിവാർഡും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രൊമോഷണൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിലുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേറൊരു സംഭവം കൂടി, വിഡ്രോവൽ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു സാധനം സെറ്റാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യത്തെ ഒരു സാധനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൊരു റിവാർഡാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. സോ അടുത്തെന്ന് വെച്ചാൽ ഇവിടെ റീചാർജ് കുറേ സംഭവമുണ്ട്. ബിഗ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ഏതൊക്കെ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ആക്കി കാണിച്ചു തരാം. സോ ആദ്യത്തേന്ന് വെച്ചാൽ ഇവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടതുണ്ട്. സോ ഡെയിലി ചെക്കിന് അതിപ്പോൾ ഒരു 5 രൂപ തൊട്ട് 7 ഡേ ആകുമ്പം ഏകദേശം 30 രൂപ വരെ കിട്ടുന്നുണ്ട്. സോ അതാരും മിസ്സാക്കരുത്. ഡെയിലി ചെക്കിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ
നമുക്ക് ആ ഒരു പ്രൊമോഷൻ റിവാർഡിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവിടെ പെർ റെഫറൽ ബോണസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ സാധനം. ഓക്കെ, സോ ഇവിടെ മറ്റേത് വെച്ചാൽ നിങ്ങൾ കൂപ്പൺ കോഡ് അടിച്ചാലാണ് അടുത്ത VIP ലെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പിൻ ചെയ്യുന്നതിനാണ്. സ്പിൻ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ കളിച്ച് നിങ്ങൾക്ക് ഒരു ലൈക്ക് നിങ്ങൾ കളിക്കുമ്പോൾ ഒരു വേറൊരു ഫണ്ടായിട്ട് പോകും. അത് 5000 ആയിട്ടായാലും നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുന്നതായിരിക്കും, വിന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോറി, ലൈക്ക് സ്പിൻ വീൽ കറക്കാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, സ്പിൻ വീലും കാര്യങ്ങളൊക്കെ. സോ അതല്ലാണ്ട് വേറെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അതല്ലാണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും ലൈക്ക് റീചാർജ് റിവാർഡാണ്. ഫസ്റ്റ് റീചാർജ് ബോണസും ഉണ്ട്. ഫസ്റ്റ് റീചാർജ് ബോണസ് ഏകദേശം 30%, അതായത് 1000 രൂപ നിങ്ങൾ റീചാർജ് ചെയ്താൽ 300 രൂപ ബോണസ് കിട്ടും. പിന്നെ ഡെയിലി റീചാർജ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി എക്സ്ട്രാ 10% ബോണസും കൂടി കിട്ടുന്നുണ്ട്. അതായത് 1000 രൂപ റീചാർജ് ചെയ്താൽ 100 രൂപ. ഇത് രണ്ടും മിസ്സാക്കരുത്. ഡെയിലി റീചാർജ് ഡെയിലി വിഡ്രോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു ട്രിക്കിൽ നിങ്ങൾ കളിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലൊക്കെ ട്രിക്കിൽ ഒരു ബാലൻസ് ചെയ്ത് കളിക്കണം. അല്ലാണ്ട് നമ്മൾ ഇമോഷൻ വെച്ചിട്ട് കളിച്ചാൽ ഇതും തരികിട തോന്നു പറഞ്ഞിട്ട് ഫണ്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സോ വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അക്കൗണ്ട് നെയിമും UPI ID-യും അത് കണക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും ലൈക്ക് അക്കൗണ്ട് നെയിം പിന്നെ ഇമെയിൽ അതേപോലെ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ UPI ID പോയിട്ട് അടിക്കുകയാണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID-യും അതിൻ്റെ താഴെ ബാങ്ക് അക്കൗണ്ട് നിന്നെടുത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും പിന്നെ ഫോൺ നമ്പറും അത് കണക്കെ തന്നെ വിഡ്രോവൽ പാസ്വേഡും കൊടുക്കേണ്ടതുണ്ട്. വിഡ്രോവൽ പാസ്വേഡ് എങ്ങനെ സെറ്റാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അത് കുറച്ചൊരു ടഫാണ്. അതായത് വിഡ്രോവൽ പാസ്വേഡ് സെറ്റാക്കാൻ വേണ്ടി നിങ്ങൾ പ്രൊഫൈലിൽ പോകേണ്ട ആവശ്യമുണ്ട്. വിഡ്രോവൽ പാസ്വേഡ് വെച്ചാൽ 6 അക്കം മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ 12 അതായത് ഞാൻ പറയുമ്പോൾ NGAN12. ഓക്കെ, ഇത് 6 എണ്ണല്ലേലും ഇങ്ങനെ സെറ്റാക്കാൻ പറ്റില്ല. അതിൽ കൂടുതലാവാൻ പറ്റില്ല, കുറവാകാൻ പറ്റില്ല. ലെറ്റേഴ്സും നമ്പറും മിക്സ് ആവണം. ഓക്കെ, ഇവിടെ ഞാൻ കുറേ സമയം എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതിനായി നമ്മളെ പ്രൊഫൈലിൽ നിന്നുള്ള ഓപ്ഷനിലോട്ടേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വിഡ്രോവൽ പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾ കാണാൻ പറ്റും. ആ ഒരു മഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഡ്രോവൽ പാസ്വേഡ് നിങ്ങൾ കാണാൻ പറ്റും. സോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങളെ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ അടിക്കേണ്ടതുണ്ട്. ഓക്കെ, വിഡ്രോവൽ പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് അടിക്കേണ്ടതുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത OTP വരുന്നത്. സോ ഒരു OTP അടിക്കുക. അതിനുശേഷം പാസ്വേഡ് അടിക്കുമ്പം എങ്ങനെ അടിക്കേണ്ടതെന്നില്ല ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഇപ്പം ഞാനെന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, NGAN അത് 4 അക്കമായിട്ടുണ്ട്. ഇനി ബാക്കി ഒരു 2 അക്കം. ആ ബാക്കിയുള്ള 2 അക്കം ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഒരു ലെറ്റേഴ്സ് 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്. അതായത് 1 2 ഇപ്പോൾ ഏകദേശം ടോട്ടൽ 6 അക്കമായിട്ടുണ്ട്. ഇങ്ങനെ വിഡ്രോവൽ പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതർവൈസ് നിങ്ങൾ അതിൽ കുറേ കളിക്കേണ്ടി വരും, ഒരു കാര്യമില്ല. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അടിക്കുകയാണ്. സോ അത് സക്സസ് എന്ന് പറഞ്ഞിട്ട് വിഡ്രോവൽ പാസ്വേഡ് സക്സസ് ആയി. ഇനി വിഡ്രോ അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാലറ്റിൽ നിന്നെടുത്ത് റീചാർജിന് തൊട്ടിപ്പുറത്ത് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് പോയിട്ടൊന്ന് ആഡ് ആക്കുകയാണ്. ഓക്കെ, സോ അത് നമുക്ക് അങ്ങനെ ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് UPI ID-യും അക്കൗണ്ട് നമ്പർ IFSC കോഡും ഇത് 3 കറക്റ്റ് ആയാൽ മതി. നെയിം മാത്രം, ബാക്കിയൊന്നും വേണ്ട ആവശ്യമില്ല. അതിനുശേഷം വിഡ്രോവൽ നമ്മൾ അടിച്ച് തീരുകയാണ് ഗൈസ്. വിഡ്രോവൽ ഫീ എന്ന് പറയുന്നത് ഏകദേശം 3% ആട്ടാന്ന് തോന്നുന്നു വിഡ്രോവൽ ഫീ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് വിഡ്രോ അടിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. 3% ആണ് വിഡ്രോവൽ ഫീ ആയിട്ട് വരുന്നത്. ആൻഡ് ഫ്രീ മന്ത്ലി വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് അപ് ടു 500 രൂപ വരെ നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതായിരിക്കും. വിഡ്രോവൽ ടൈം 24 hours ആണ്. ഓക്കെ, പേയ്മെൻറ്റ് പറയുന്നത് ഒരു 5 മിനിറ്റ് ടു ഒരു 24 മണിക്കൂർ വരെ എടുക്കും. വിത്തിൻ ലൈക്ക് 5 മിനിറ്റ് ടു വിത്തിൻ 24 hours നിങ്ങൾ വിഡ്രോ അടിച്ച എമൗണ്ട് കയറുന്നതായിരിക്കും. സോ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം മേ ബി വാഗറിങ് കംപ്ലീറ്റ് ആക്കേണ്ടി വരും. ഓക്കെ, ലൈക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു ലൈക്ക് ഒരു 500 ഡെപ്പോസിറ്റ് ചെയ്ത് 2000 രൂപേൻ്റെ വാഗറിങ് കംപ്ലീറ്റ് ആക്കേണ്ടി വരും. അത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ പേരടിച്ചിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നല്ല ട്രിക്കി ആയിട്ട് ഗെയിംസ് കളിച്ചാൽ മതി, ഈസി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പം നാളെ നമുക്ക് നല്ലൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാം.